മരുന്നിന് വന്നവനോട് നോട്ട് അവൈലബിൾ പുറത്തുനിന്ന് വാങ്ങാൻ പറയാ. പുതിയ പരാതി എഴുതിക്കോ. സ്കാനിങ്ങിന് വന്നപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ 5 MRI സ്കാനിങ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നില്ല. ആകെ ഒരു KHRWS ഉണ്ട്. അവിടെയാണെങ്കിൽ തിരക്ക് കാരണം ആളുകൾക്ക് സ്ലോട്ടും കിട്ടുന്നില്ല. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. ഇവിടെ പണമില്ലാത്ത സാധാരണക്കാരൻ അവൻ്റെ മറ്റെല്ലാ ഗതികേടും മാറ്റി വെച്ചിട്ട് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോൾ അവനോട് ഇല്ലാന്നും പുറത്തു പൊക്കോളൂന്ന് മാത്രം പറയാനായിട്ട് തുറന്നു വെക്കുന്ന ഒരു തലത്തിലേക്ക് മെഡിക്കൽ കോളേജുകളെ പോലും മതപ്പതിപ്പിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. എൻ്റെ അമ്മയെ 2026 ഓഗസ്റ്റിൽ വരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അത്രയും അധികം ആളുകൾ നമ്മുടെ സർക്കാർ സംവിധാനത്തിലേക്ക് എത്തുന്നുണ്ട്. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളിൽ തന്നെ എത്രയോ ആളുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കുടുംബാംഗങ്ങളെയും അല്ലെങ്കിൽ ശസ്ത്രക്രിയക്കായിട്ടൊക്കെ എത്തി എത്രയോ ആളുകൾ നിങ്ങളുടെ ഇടയിൽ തന്നെ. ഇപ്പൊ നഴ്സുമാരുടെ കാര്യം പറഞ്ഞു, ജൂനിയർ ഡോക്ടേഴ്സ് ഇതവിടെയുള്ള 100-200 ആളുകൾ പടിയിറങ്ങിക്കഴിഞ്ഞു. അപ്പൊ ആ സാധ്യതകൾ പോലും പുറംവാതിൽ നിയമനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ പരിപൂർണമായ തകർച്ച കേരളത്തിന്റെ ആരോഗ്യരംഗം നേരിടുകയാണ്. ഇവരെ ബാധിച്ചിരിക്കുന്നത് PR അഡിക്ഷനാണ്. മറ്റൊന്നിലും താല്പര്യമില്ലാത്ത തരത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ മാറുക. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. ഒരു സ്കാനിങ് സർക്കാർ നിരക്കിൽ ഇതിനകത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അത് സ്വകാര്യ ലാബുകളിലാണ് ചെയ്യേണ്ടത്. സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കോ മന്ത്രിസഭയിലുള്ളവർക്കോ ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ ലോബിയായിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലൈസൺ ഉണ്ടോ? ഇപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഗുരുതരമായ വീഴ്ചയും അനാസ്ഥയുമാണ്. കത്രിക വയറിനുള്ളിൽ മറന്നു വെക്കുന്നത്, കാലുമാറി ശസ്ത്രക്രിയ നടത്തുന്നത്. എന്റെ മുമ്പ് തൂങ്ങിച്ചത് ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. എന്തെല്ലാം അബദ്ധങ്ങളാണ്. ഐസിയുയിൽ രോഗി പീഡിപ്പിക്കപ്പെടുന്നത്, മഞ്ഞപ്പിത്തം ബാധിച്ച 2 സഹോദരിമാർ മെഡിക്കൽ കോളേജിൽ മരണപ്പെടുന്നത്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, എല്ലാ ദിവസവും എണ്ണി പറയാവുന്ന സംഭവങ്ങൾ എല്ലാ ദിവസവും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിനൊരു മടിയില്ലാതെ ന്യായീകരിക്കുന്ന തരത്തിൽ എല്ലാം ഓക്കെ ആണെന്ന് പറയുന്ന തരത്തിൽ ഇവിടെ ഒരു ഭരണമില്ലായ്മ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.